അതുപോലെ ഇതുണ്ടോ, ഇതുണ്ട് മുസ്ലിംസ് ഇങ്ങനെ തലയില് തട്ടത്തില് കുത്തുന്ന സാധനമാണ് കേട്ടത്. അപ്പൊ ഇനി നമ്മുടെ മാറ്റി വെച്ചു നമ്മുടെ കോളേജിൽ ഇവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ അങ്ങനെ കാണിക്കാൻ പറ്റില്ല. മിക്സിയുടെ ജാറ് കഴുകാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാം ഈ ബ്രഷ് ചെന്നോളൂ. മിക്സിയുടെ ജാറ് കഴുകുന്നതല്ല ഇങ്ങനെ പുതിയതായിട്ട്. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങളിതേ പള്ളിയിൽ വന്നതാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഗാന്ധിജിയുടെ ബർത്ത്ഡേ ഒക്കെ ഒന്ന് ആഘോഷിക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ നമ്മൾ കടയിൽ വന്നാട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ വന്നു. ഈ ആൻസൂട്ടിന് അവധിയൊക്കെ അല്ലേ, ആൻസൂട്ടിന് ഇച്ചിരി ചിക്കനൊക്കെ ഉണ്ടാക്കി ഇച്ചിരി കപ്പയൊക്കെ പുഴുങ്ങി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പള്ളിയിൽ ആദ്യം കയറി. പള്ളി കയറിയപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറൊക്കെ ഉണ്ടേ. സബ്സ്ക്രൈബർ ആണെങ്കിൽ സിൻഡാന്നും പറഞ്ഞ് അതിൻ്റെ അനിയത്തി നമ്മുടെ വലിയൊരു ഫാനാന്ന് പറഞ്ഞു, റിൻഡ. ഞങ്ങൾ ഫോണൊക്കെ വിളിച്ച് സംസാരിച്ചിട്ട് ഒരുപാട് സന്തോഷമായി. അപ്പോൾ നമ്മൾ പോട്ടെ, പോകുന്ന വഴിക്കൊക്കെ നമുക്ക് നോക്കാം. നമ്മളങ്ങനെ വീട്ടിലെത്തി ജോലികളൊക്കെ ഏകദേശം തീർക്കാറാക്കി. എനിക്ക് വീഡിയോ എടുത്തുകൊണ്ട് ആദ്യമേ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ജോലികളൊന്നും തീരത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ കറിയുടെ കാര്യങ്ങൾ, ചിക്കനാണ് കേട്ടോ. ചിക്കനും കപ്പ പുഴുങ്ങിയതും ഇന്ന് ഗാന്ധി ജയന്തി പ്രമാണിച്ച് അവധി ആയതുകൊണ്ട് വീട്ടിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ടങ്ങ് ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി നമ്മളിവിടെ ചിക്കൻ വാങ്ങിയിട്ട്, ബീഫ് വാങ്ങിയിട്ടും കുറച്ച് നാളായിട്ടോ. ഇവിടെ വാങ്ങാറില്ലായിരുന്നേ. അതേ കപ്പ അരപ്പൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ലെഗ് പീസ് ഇതാ ആൻസുകൂട്ടിന് വേണ്ടിയിട്ട് ലെഗ് പീസ് നമ്മൾ വിറകടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ. കാരണം കപ്പ പുഴുങ്ങിയത് നമ്മൾ വിറകടുപ്പിൽ വാട്ടിയതല്ല, വിറകടുപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് തീ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ അങ്ങ് വെച്ചെന്നേ ഉള്ളൂ. അവിടെ സ്റ്റൗവിൻ്റെ ഒരടുപ്പിന് തീ തീരെ കുറവാണ്. അതിനിപ്പോൾ ശരിയാക്കേണ്ട വരും, അതുകൊണ്ടാണ്. അപ്പോൾ അതാ ചിക്കൻ ഇങ്ങനെ തിളച്ചു മറിയുന്നുണ്ട്. ഞാൻ കാശ്മീരി ചില്ലി കൂടുതൽ ചേർത്തു. മറ്റേ സാധാരണ മുളക് പൊടി ഞാൻ ഒത്തിരി ചേർത്തില്ല. കാരണം ഞാൻ ഉണ്ടാക്കുന്ന കറിക്കൊക്കെ എരിവ് കൂടുതലാണ്. ഇവിടെ ഭയങ്കര പരാതിയാണ്. പിന്നെ നമുക്ക് പാത്രം കഴുകാണ്ട് ഇവിടെ മുഴുവൻ ഇതിൻ്റെ ഗ്രേവി എല്ലാം വീണ് കിടക്കുക, അതും ശരിയാക്കണം. അപ്പം നമുക്ക് ഈ പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി വെക്കാം. കുറേ പാത്രം കഴുകാനുണ്ട്. ഞാൻ പെട്ടെന്ന് അങ്ങ് പെട്ടെന്ന് ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് പിന്നെ പാത്രം ഒന്നും തൊട്ടില്ല. അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന പാത്രങ്ങളെല്ലാം അപ്പം കഴുകി വെക്കണതാണ് കേട്ടോ. പക്ഷേ ഈ ഒറ്റ കാരണം കൊണ്ടാണ് നമുക്ക് പാത്രങ്ങളൊന്നും അങ്ങ് കഴുകാൻ പറ്റില്ല. ഇത് കണ്ട, ഞാൻ ഇങ്ങനെ ഒരു ബ്രഷ് വാങ്ങിച്ച് ഇതാണ് ഈ മിക്സിയുടെ ജാറ് കഴുകാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് എല്ലാം ഈ ബ്രഷ് ചെന്നോളൂ. മിക്സിയുടെ ജാറ് കഴുകുന്നതല്ല ഇങ്ങനെ പുതിയതായിട്ട്. എല്ലാവരും ഞാൻ എവിടെ പോയി എന്നുള്ള ഒരു ഡൗട്ടിലിരിക്കുമായിരുന്നു. ഞാൻ എങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. നമ്മൾ ഹാപ്പി ആയിട്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒത്തിരി പേര് ചോദിച്ചേ എവിടെയായിരുന്നു ഇത്ര നാളും. ഞാനൊരു 2 ആഴ്ച ലോങ് വീഡിയോ ഇട്ടില്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഷോർട്സ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. എനിക്ക് കുറേ നാൾ ഇട്ടല്ലോ, വീഡിയോസ് ഒക്കെ ഇട്ടല്ലോ. വെറുതെ ഏൺസ് മാത്രം നോക്കിയാൽ പോരാ, നമുക്കൊരു സബ്സ്ക്രൈബേഴ്സിനോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ചാൾ വീഡിയോ ഇടാത്തത്. കാരണം എനിക്ക് കുറച്ച് നോട്ട്സൊക്കെ ഉണ്ടാക്കണമായിരുന്നു. കുറച്ച് നോട്ട്സൊന്നും ഇല്ലായിരുന്നു, പുസ്തകത്തിലൊന്നും ഇല്ലായിരുന്നു. ആ നോട്ടൊക്കെ എഴുതും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാതെ വന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മളൊന്ന് CID യൂട്യൂബിലെ കുറച്ച് വീഡിയോസൊക്കെ കാണാൻ, CID സിനിമ അതൊക്കെ കാണാനൊക്കെ പോയി. പിന്നെ അങ്ങനെ കുറച്ചായിട്ട് സമയമൊക്കെ പോയി. പിന്നെ കുറച്ച് കോളേജിൽ ഇരുന്നാണെങ്കിൽ നമുക്ക് ഫ്രീ ടൈമിലൊക്കെ വേറെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് മാഗസീനൊക്കെ പിള്ളേർ ഇറക്കുന്നുണ്ട്. അപ്പം മാഗസീനിലേക്ക് വരുന്ന പ്രസിദ്ധീകരണങ്ങളോ മറ്റേ ലേഖനങ്ങളോ കഥകളോ കവിതകളൊക്കെ അതിലുള്ള എഴുത്തുകളൊക്കെ നമുക്ക് നോക്കി ചെക്ക് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് പോയി.
പിന്നെ അല്ലാതെ കുറച്ച് തിരക്കൊക്കെ ജോലി സംബന്ധമായിട്ടൊക്കെ ഉണ്ടായിട്ടോ. ആ സമയത്തൊക്കെ കുറച്ച് തിരക്കുകൾ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മൾ അതിലേക്കൊക്കെ ആയിട്ട് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തു. നമ്മളെടുത്ത് വർക്ക് ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ നിൽക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പേഴ്സണൽ കാര്യങ്ങൾ മാത്രം നോക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ ജസ്റ്റ് ഒന്ന് മാറി നിന്നു. എനിക്കാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യണം മതിയായ ആഗ്രഹമുണ്ട്. ഞാനാണെങ്കിൽ കാണുന്ന വീഡിയോസൊക്കെ സേവ് ചെയ്ത് വെക്കാറുമുണ്ട്. ഇതൊക്കെ ചെയ്യണം ആ വീഡിയോസൊക്കെ ചെയ്യണം എന്ന് ഉള്ള അദമ്യമായ ആഗ്രഹം കൊണ്ട് നമ്മളതെല്ലാം സേവ് ഒക്കെ ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ വെച്ച് ഇപ്പം സേവിങ്സ് ഓപ്ഷൻസും ഫുള്ള് സേവ്ഡ് വീഡിയോസ് ആയിട്ടുണ്ട്. ഇതാണ് ഈ പാത്രത്തിന് എല്ലാം കരിന്ന് ഓർക്കും. നമ്മുടെ പട്ടിക്ക് ചിക്കൻ്റെ കഴുത്ത് ഭാഗമൊക്കെ നമ്മുടെ പട്ടിക്കൂട്ടിനെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വേവിച്ച്. ചുമ്മാ വെള്ളം ഒഴിച്ചങ്ങ് വേവിച്ച് കൊടുത്തേ. അത് നമ്മൾ വിറകടുപ്പിൽ വെച്ചാൽ ചെയ്തത്. ആ പാത്രമാണ് ഈ പാത്രം. ആദ്യമാണെങ്കിൽ കുറേ നേരമായി ചിക്കൻ പീസിലൊക്കെ നോക്കി കൊതി വിട്ടുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ചിക്കൻ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ വേറെ ഇതൊക്കെ കാണിച്ചു തരാവേ. എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് കേട്ടോ. അതും കാണിക്കാം. ആൺചൂടനാണെങ്കിൽ കൊതി പിടിച്ചിട്ട് കിട്ടണില്ല. അതിന് തന്നിട്ട് അവിടെ ചെറുക്കുന്നത് തിന്നെ എങ്ങോട്ട് പോവാ? എവിടെ പോവാ? ഇതിന് അതാണ് എടുത്തേ, ലെഗ് പീസ് അല്ല എടുത്തേ. ഞാനാണെങ്കിൽ ഇച്ചിരി വെള്ളം പിടിക്കുവാണ് കേട്ടോ. നമുക്ക് ചിക്കൻ അതിനകത്തുനിന്ന് അവിടെ നിന്ന് മാറ്റുമ്പോഴത്തേക്ക് നമുക്ക് ചോറിന് വെള്ളം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അരി ഇടാം. ഞാൻ അരി ഇട്ടില്ലായിരുന്നേ. ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. രാവിലെ ചോറിന് അരി ഇട്ടില്ല. നമ്മളാണെങ്കിൽ മുതലപ്പടം പോയി. ചിക്കൻ കറി ഇവിടെ ഏതായാലും റെഡി ആയിട്ടുണ്ട്. അടി പിടിച്ചാർന്ന് ആദ്യം. എനിക്കിന്ന് ഒത്തിരി സന്തോഷം തോന്നിയൊരു കാര്യം ഉണ്ടായിട്ടോ. ഞാനത് നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ റിൻഡ എന്നെ ഒരു 4 മക്കളാന്ന് പറഞ്ഞ് അവരിൽ ഏറ്റവും ഇളയതാണ് റിൻഡ. കാലടിയിലെ കല്യാണം കഴിച്ചു വിട്ട് നമ്മുടെ മൂലമറ്റത്തുള്ള ഇടുക്കി ജില്ലയിൽ മൂലമറ്റം എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയുന്ന സ്ഥലമാണ് നമ്മുടെ മൂലമറ്റം പവർ സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ നമ്മുടെ മൂലമറ്റത്തുള്ള സിൻഡയെ നമ്മൾ രാവിലെ പരിചയപ്പെട്ടു. അന്നേരം എനിക്ക് പറയാൻ പറ്റിയില്ലേ. ചുപ്പിടട്ടെ. ഞാൻ കപ്പയും കൂടെ നമ്മുടെ ചിക്കൻ വേണ്ട കേട്ടോ. പിന്നെ കപ്പയ്ക്ക് അരപ്പൊക്കെ ചേർത്തിട്ട് ഇങ്ങോട്ട് ഇട്ടേക്കുക. അപ്പം പെട്ടെന്ന് കപ്പ ശരിക്ക് വെന്ത് കുഴയണം. കപ്പയിലെ കാന്താരി മുളകും കറിവേപ്പിലയും തേങ്ങയും എല്ലാം കൂടെ ചേർത്തിട്ട് അരച്ച അരപ്പാണ് കേട്ടോ. കാന്താരി മുളക് അരച്ചത്. കാന്താരി ചീനി നട്ട് നിറച്ച് മുളക് ഉണ്ടായിട്ടുണ്ടായി. അപ്പം അതാണ് ഇട്ടത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് മൂലമറ്റത്ത് അവരുടെ വീട് ഇതാ. പറഞ്ഞു വരുന്നതിൻ്റെ ഇടയ്ക്ക് പലതും കാണിക്കും കേട്ടോ. അവിടെ കുക്കിങ്ങിൻ്റെ എല്ലാം ഞാൻ ഇങ്ങനെ കാണിക്കും. ഒരു കാര്യമോടെ ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം. ചോറ് വയ്ക്കുവാണേ. ചോറിന് വെള്ളം വെച്ചു. അവിടെ പണികളൊക്കെ പിടിപിടിയെന്ന് അങ്ങ് തീർക്കണം.
കൈ കഴുകട്ടെ. കപ്പ നോക്കിയില്ലെങ്കിൽ കപ്പ ഒരു സെക്കൻഡ് കൊണ്ട് അടി പിടിക്കും. കുഴകുഴാന്ന് കുഴയണ കപ്പയാണ്. അപ്പം ഞാനാണെങ്കിൽ കപ്പ വാങ്ങാനായിട്ട് മുതലക്കടം മുതൽ നോക്കിയിട്ടാണെങ്കിൽ നമുക്ക് കപ്പ കിട്ടിയില്ല. എന്നിട്ട് കുന്നത്തുനിന്ന് കപ്പ കിട്ടുമെന്നും പറഞ്ഞാൽ പട്ടയംകോവിലിൽ നിന്ന് കപ്പ കണ്ടിട്ട് വാങ്ങാതെ നേരെ ഇങ്ങ് പോകുന്നു. കുന്നത്ത് വന്ന് സ്ഥിരം കപ്പ വാങ്ങണ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ കപ്പ വന്നിട്ടില്ല. കപ്പ വന്നുകൊണ്ടേ ഇരിക്കുക എന്ന പയ്യൻ പറഞ്ഞു. എന്തോ ചെയ്യാനാ. ചിക്കൻ വന്നിട്ട് അപ്പം ചിക്കൻ ഇതല്ല, വേറെ പാത്രം വന്നിട്ടേക്ക്. അങ്ങനെ അവസാനം ഞാൻ പിന്നെ തിരിച്ചു പോവാലോ, വണ്ടി വിളിച്ചത് വെറുതെ ആയല്ലോ തമ്പുരാനേന്ന് ഓർത്ത് തിരിച്ച് അതേ ഹോട്ടലിൽ നമ്മൾ മുതലക്കുളത്ത് ഓട്ടോറിക്ഷ വിളിക്കുകയില്ല. അതേ വണ്ടിയെ തന്നെ നമ്മൾ തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ ആൻസ് പറഞ്ഞു അതേ കടയിൽ കപ്പ ഇരിപ്പുണ്ടെന്ന്. അങ്ങനെ അവിടെ നോക്കിയപ്പോൾ അവിടെ കപ്പ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് വാങ്ങി. എന്തോ ഒരു ലക്കിന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയ കാര്യം എന്താണെന്ന് അറിയോ? അവർ 4 പെമ്മക്കൾ, അതിൽ ഏറ്റവും ഇളയതാണ് റിൻഡ. അപ്പോൾ സിൻഡയാണ് ഇന്ന് കണ്ടത്, ഏറ്റവും മൂത്തതിനെ. അപ്പോൾ ആ പെങ്കൊച്ചു പറഞ്ഞു ഞങ്ങളുടെ ഏറ്റവും അനിയത്തി കാലടിയിൽ കെട്ടിച്ചിട്ടാണ്, അവളാണ് വീഡിയോ കണ്ട് എന്നെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തത്. എന്നിട്ട് 4 പേരെയും പരിചയപ്പെടുത്തി കൊടുത്തു. എന്നെ സ്റ്റാൻഡിൽ വെച്ചൊരു തവണ കണ്ടു, മിണ്ടാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അനിയത്തീനെ പല തവണ വിളിച്ചിട്ട് കിട്ടിയില്ല. എൻ്റെ നമ്പറൊക്കെ എൻ്റെ നമ്പർ വാങ്ങിയിട്ടോ, എൻ്റെ അനിയത്തിയുടെ നമ്പറൊക്കെ തന്ന് അതിനുശേഷം ഒന്നോടെ ഒന്ന് വിളിച്ചപ്പോഴത്തേക്ക് കിട്ടി. എൻ്റെ ഭയങ്കരമായി എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ്, ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞു. എൻ്റെ വീഡിയോ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. എനിക്ക് അതൊക്കെ കേട്ടപ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം തോന്നി. പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ എന്താണെന്നറിയോ, 2 ആഴ്ചയായി ഞാൻ സത്യത്തിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ എത്ര നാളായിട്ടും എന്നെ മറന്നിട്ടില്ലല്ലോ, വീഡിയോ ഒന്നും വരാതെ ഇരുന്നിട്ട് പോലും എന്നെ ഓർക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ എത്രയോ ആളുകളല്ലേ നമ്മളെ കാണാത്തത്. ഇതിപ്പോൾ ഇടുക്കി ജില്ല നമ്മുടെ അടുത്തുള്ളതായതുകൊണ്ട് പെട്ടെന്ന് കണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ കാണാത്ത എത്രയോ പേരുണ്ട്. ഒത്തിരി സന്തോഷം തോന്നി. അയ്യോ, അതാണ് ഒരുപാട് സന്തോഷം തോന്നിയെന്ന് പറയാൻ കാരണം. അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞാണ് നമ്മുടെ ഈ ഇൻട്രോ വീഡിയോ മുതലക്കടം പള്ളിയുടെ സ്റ്റെപ്പിൽ നിന്നാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ആൻസർ അയ്യോ ആ ചേച്ചിനെ കൂടെ കൂട്ടിയിട്ട് ഇൻട്രോ വീഡിയോ എടുക്കാൻ പാടില്ലായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് എല്ലാവരും ഒന്നും ഇങ്ങനെ വീഡിയോയ്ക്ക് നിൽക്കാൻ, വീഡിയോയുടെ ഫ്രണ്ടിൽ വരാൻ ഇഷ്ടമുള്ളവരൊന്നും ആവത്തില്ലേ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആരും അങ്ങനെ നിർബന്ധിക്കാത്തതൊക്കെ. നമ്മൾ എല്ലാവരുടെയും പ്രൈവസിയൊക്കെ നോക്കണ്ടേ. എല്ലാവരും പബ്ലിക്കായിട്ട് വരണം എന്ന് വലിയ ആഗ്രഹമുള്ളവരൊന്നും അല്ല. ഇനി റിൻ്റെ റീൽസൊക്കെ ചെയ്യുന്നതാണെന്ന് എന്നോട് പറഞ്ഞ്. അപ്പം ഇനി വഴിയെ നമ്മൾ നമ്പറൊക്കെ വാങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഇനി എന്നാൽ എൻ്റെ വാട്സപ്പ് നമ്പറല്ല, എന്നെ കോൾ ചെയ്യുക. വാട്സപ്പ് നമ്പറിൽ ഒന്ന് വിളിച്ചാൽ കിട്ടത്തില്ല, ഓൺലി വാട്സപ്പ് മാത്രമേ. കോൾ ചെയ്യുന്ന നമ്പർ അതുകൊണ്ട് കൊടുത്തേ. പക്ഷേ റിൻ്റെയുടെ നമ്പർ എൻ്റെ കയ്യിൽ കിട്ടി. അപ്പം നമുക്ക് കോണ്ടാക്റ്റൊക്കെ ചെയ്യാമേ. അങ്ങനെ ഓ, ഞാൻ അടപ്പേ വെച്ച് എൻ്റെ കപ്പ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വെള്ളം അവിടെ തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് അരിയും കഴുകിയിട്ട് ഇച്ചിരി ചായയും കൂടെ ഉണ്ടാക്കാമെങ്കിൽ ഒരു ഇച്ചിരി പേര് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാന്താരി മുളകാണ് മോനെ. എന്താണിത് നമുക്ക് സെറ്റപ്പാക്കി എടുക്കാം. നമ്മുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ ഏതെങ്കിലും ഫോൺ ഏതെങ്കിലും മൂലയിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഞാൻ എൻ്റെ പണികളൊക്കെ ചെയ്യും, വർത്തമാനം പറയും. ആർട്ടിഫിഷ്യലായിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല. നമ്മുടെ പണികളും തീരും, നമുക്കൊരു വീഡിയോയാകും. ആർട്ടിഫിഷ്യലൊക്കെ ആയിട്ട് ചെയ്യാനുള്ള സമയം നമുക്കില്ല കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടാനുള്ള കാരണവും. അപ്പോൾ കപ്പയൊക്കെ നമുക്ക് അരിയൊക്കെ തീരാറായി. അപ്പം നമുക്ക് അരി കഴുകട്ടെ കേട്ടോ. അരി കഴുകിയിട്ട് വേണം ഇടാൻ. അരി കഴുകി ഇനി കുറച്ച് വെള്ളം എടുത്ത ചൂടുവെള്ളത്തിനും കൂടെ കഴുകണം. ഇതിലും കൂടെ ഒന്ന് കഴുകട്ടെ. ഞാൻ അരി കഴുകി അടുപ്പിൽ ഇടാൻ നേരത്തെ ഞാൻ കാലിൽ ചെരുപ്പ് ഇടാറില്ല കേട്ടോ. ചെരുപ്പ് ഊരി ഇട്ടിട്ട് ഞാൻ അരി
പാത്രത്തിലേക്ക് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇടാറുള്ളൂ. അതെന്താണെന്നറിയില്ല, നമ്മൾ അന്നത്തോട് ചെയ്യുന്ന ചെറിയൊരു ബഹുമാനം. അല്ലെങ്കിൽ ഞാൻ വീടിനകത്തെല്ലാം ചെരുപ്പിട്ടാണ് നടക്കുന്നത്, അത് വേറെ കാര്യം. കഴിച്ചു കഴിഞ്ഞോ? മതിയോ? അവനെ ചിക്കൻ ലെഗ് പീസ് ഓർന്നെടുത്തോണ്ടേ കഴിച്ചെടുത്തൊരു തോളി പോലും തന്നില്ല. ആ ലെഗ് പീസല്ലേ കഴിച്ചാ? എനിക്ക് തന്നോ? അത് ഉണ്ട്, നിന്റെ കൂടത്തിന്ന് പറഞ്ഞെങ്കിൽ തന്നോ? ഇങ്ങനെയൊരു കാട്ടായ പാത്രമൊക്കെ തന്നെത്താനെ കഴുകി വയ്ക്കും. തന്നെത്താനെ നിന്ന് പാത്രങ്ങളൊക്കെ കഴുകിക്കോളൂ, ഒരു കുഴപ്പമില്ല. അതൊക്കെ സ്വയം ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞ് നമ്മൾ കെട്ടാൻ പോവുക. അപ്പം അരി ആണ്ട് എല്ലാം കൂടെ ഉരുണ്ടതേ പോകണം. അപ്പം അതാ നമ്മുടെ ചിക്കൻ. ഞാൻ ചിക്കൻ വെച്ചാൽ നല്ല കറക്റ്റിരിക്കും കേട്ടോ. ഞാൻ നന്നായിട്ട് മസാലയൊക്കെ വരട്ടിയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. ഇതുണ്ട സൂപ്പറായിട്ട് ഞാൻ ചിക്കൻ വേവിക്കുള്ളൂ. എനിക്കിങ്ങനെ കറുത്തിരിക്കും, നല്ല കളർഫുള്ളായിട്ടിരിക്കും. എനിക്ക് വെളുത്തിരിക്കണം എനിക്കിഷ്ടമല്ല. ചിലരൊക്കെ ചിക്കൻ വേവിച്ചാൽ വെളുത്തിരിക്കുന്നതാണ്. അതെന്താ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. പക്ഷെ ഞാൻ ചിക്കൻ വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. നമ്മൾ കപ്പ നല്ല സെറ്റായിട്ട് നല്ല കുറുകി ഉണങ്ങി വന്നിട്ടുണ്ട്. കപ്പ ശരിക്കും വേവണ കപ്പയായിരുന്നു, സൂപ്പർ കപ്പയായിരുന്നു. 200 രൂപ 5 കിലോ കപ്പയ്ക്ക്, 40 രൂപ 1 കിലോ കപ്പയുടെ വില. കപ്പയ്ക്ക് വില പോയ പോക്ക്. അപ്പം നമ്മൾ ആ സമയം കൊണ്ട് എൻ്റെ ഫ്രണ്ട് എനിക്ക് കുറേ സംഭവങ്ങൾ വെറുതെ തന്നിട്ടുണ്ടായിരുന്നു. ഓസിന് കിട്ടിയാൽ ആശ്രം കഴിക്കും എന്നുള്ള ഒരു പ്രയോഗം ഉണ്ടല്ലോ. ആ പ്രയോഗം ഞാനിവിടെ അങ്ങോട്ട് അന്വർത്ഥമാക്കി. അപ്പം എൻ്റെ ഫ്രണ്ട് തന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാവേ. അങ്ങനെയില്ല അങ്ങനെ ഓരോന്നല്ല. അപ്പൊ സംഭവം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കട നമ്മുടെ തൊടുപുഴയിലുണ്ട്. അപ്പൊ തൊടുപുഴ ഏരിയയിലുണ്ട്. അപ്പൊ കട റിനോവേഷൻ ചെയ്തൊന്ന് പുതുക്കി പണിയുമൊക്കെ ചെയ്യുവാണ്. കുറച്ച് നാളായിട്ട് അടച്ചിട്ടേക്കുമായിരുന്നു, ഒന്ന് പുതുക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ചെയ്തപ്പോൾ കുറേ സംഭവങ്ങളെല്ലാം എനിക്ക് ഫ്രീ ആയിട്ട് തന്നു. കുറേ നാളായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ പൊടിയെ പറ്റി സത്യത്തിൽ ഇതെല്ലാം കൂടെ തുടച്ചെടുത്താൽ മതിയായിരുന്നു. ഞാൻ പിന്നെ ചുമ്മാ കിട്ടിയ അവസരം കഴിക്കും എന്നുള്ള മട്ടി പോകുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഇത് ഇത്ര മാലയെല്ലാം ഉള്ള കാര്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഒരു ട്രേയിൽ ഇങ്ങനെ വെച്ചേക്കുമായിരുന്നേ. അപ്പോൾ ആ ട്രേ മൊത്തത്തിൽ കുടഞ്ഞൊരു കൂടിനകത്തേക്ക് ഇട്ട് എനിക്കിങ്ങനെ തന്നു വിട്ടു. കൂടാതെ ആൻസൂടിനും കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇത് കണ്ടോ. അപ്പം ഞാനോർക്ക് കസിൻസിൻ്റെ അനിയത്തിമാർക്കൊക്കെ പെൺപിള്ളേരൊക്കെ ഉണ്ട്. അപ്പം അവർക്കൊക്കെ കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാനും മുത്തുമാലയൊക്കെ ഇടുന്ന കൂട്ടത്തിലാണ്. അപ്പം എനിക്കും ഇടുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കൊണ്ടുപോകും. മുത്തുമാലയൊക്കെ ഉള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് ആവശ്യമുള്ള കുറേ ക്ലിപ്പുകളൊക്കെ കണ്ടപ്പം തന്നപ്പം ഞാൻ വാങ്ങി. ഇത് അതവിടെ ഇരിക്കട്ടെ. അത് തന്ന കൂട്ടത്തിൽ കുറേ സംഭവങ്ങൾ, ഒരു ഫാൻസി ഷോപ്പിലുള്ള സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം സത്യത്തിൽ ഇനിയിപ്പോൾ നമ്മൾ കട തുറന്നു കഴിയുമ്പം കട റിനോവേഷനൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കി അടുത്ത ദിവസം കടയിലേക്ക് പുതിയ സാധനങ്ങളല്ല. അപ്പോൾ പഴയതൊന്നും ഉപയോഗിക്കാതെ അത് നീല. ഞാനാണെങ്കിൽ മുത്തുമാലയൊക്കെ പറയണ സ്ഥിരം മുത്തുമാല ഇട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം എനിക്ക് മുത്തുമാല വലിയ കാര്യമായിട്ട് ചേരത്തില്ല എന്ന് കേട്ടത് കൊണ്ട് മാത്രം ഞാൻ കുറച്ചാളായിട്ടൊക്കെ ഉപയോഗിക്കുന്നില്ലായിരുന്നു. പക്ഷെ ഇത്രയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഓർമ്മയൊക്കെ വേണമെങ്കിൽ എല്ലാ കാലത്ത് കിട്ടുമ്പോഴൊക്കെ ഒന്ന് പോകാം. എന്താ നീല സാരിയൊക്കെ ഉടുക്കുമ്പോൾ ഇതൊക്കെ ഇട്ട് നിർത്തേണ്ട ഒരു കുഴപ്പമില്ലല്ലോ. ഉള്ളത് അതിനകത്ത് കടന്നോളൂല്ലേ, നല്ലതല്ലേ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയേ. നിങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോകും എന്തൊക്കെ തന്നു എന്നുള്ളത് കേട്ടോ.
ഞാനും ഞെട്ടിപ്പോയി സത്യത്തിൽ. അത് കാണിച്ചാടാ, നല്ല ഭംഗിയുണ്ടല്ലോടാ. ഇതെന്തുവാടാ? ഇതെന്നാ സാധനം? കണ്ണും അറിയാൻ പാടില്ല. ആ പൊട്ടിക്കിട്ട് നീ ഓരോന്ന് നോക്ക്, ഞാൻ ഓരോന്ന് നോക്കാം. മാലയാണോ? കയ്യിലിടണാണോ? ഞാൻ ഇപ്പഴാ കാണുന്നത് കേട്ടോ. കൊറേ മുത്തുമാലകള്. എന്താ ഇതേ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ മാലകൾ ഒത്തിരി വാങ്ങി കഴുത്തിടുമായിരുന്നു. നല്ല വിലയായിരുന്നു അന്ന്. എനിക്ക് 25 രൂപ 50 രൂപയൊക്കെ ആയിരുന്നു. ഞാനല്ല, ആ പാവ എനിക്ക് കുറേ തന്നു വിട്ടോ. അത് നല്ല ഭംഗിയുണ്ട്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അയ്യോ, എനിക്ക് ഇരുന്നിട്ട് കുറെ വേദന എടുക്കുന്നത്. അത് നല്ലല്ലേടാ. സത്യത്തിലുള്ള ആക്രി വർക്കേതാട്ടോ ഇന്ന് പോയത്. നമ്മളിന്ന് ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചുമ്മാ വിളിച്ചേ. അപ്പോൾ ഒന്ന് കടയിൽ തുറന്നു ചുമ്മാ ഒന്ന് കാണാൻ കയറിയത്. അപ്പോൾ അവിടെ വർക്കൊക്കെ കഴിഞ്ഞ് ഇരിക്കുമായിരുന്നു. അപ്പം കാണാൻ കയറിയപ്പോൾ ഇതിനകത്ത് ഇതെല്ലാം ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ആർക്കെങ്കിലും അത് കൊടുക്കട്ടെ, ഞാൻ കൊണ്ടുപോക്കണം. ആർക്കെങ്കിലും ഞാൻ നല്ലൊരു മാല കേട്ടോ, പിങ്ക്. ഇതൊക്കെ തോരണോടെ ഉണ്ടായിരുന്നു ഡാൻസ്. ഇപ്പം ഞാൻ എടുത്തതാ. കുറേ മാലകളുണ്ട്, മുത്തുമാലകളൊക്കെ. ഇവൻ പെങ്കൊച്ചായിരുന്നെങ്കിൽ ഇവനെ ഇടിപ്പിക്കായിരുന്നു. അങ്ങനെ കുറേ മാലകളും. ഇത് നല്ല രസമുണ്ടല്ലേടാ. ആ, നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇതൊന്നും അല്ല, പല വെറൈറ്റി മാലകൾ കേട്ടോ. ഞാൻ ആ കടയിൽ നിന്ന് ഒരുപാട് ഇതുപോലത്തെ മാലകൾ ഞാൻ ആ കടയിൽ നിന്ന് ഒത്തിരി എടുത്തിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ ആ കടയിൽ മാത്രമേ കയറാറുണ്ടായിരുന്നുള്ളേ. ഇനിയിപ്പോ ഞാൻ കുറച്ച് ഇല്ലടാ, അങ്ങനെയല്ല. നീ കയ്യെ പിടിക്കല്ലേ. നീ എടുത്ത് കാണിച്ചോ. ഇത് കണ്ടാ, ക്ലിപ്പുകളാണ് കേട്ടാ. നീ കാണിച്ചെടുത്ത സത്യത്തിൽ ഇതാ, ഇത് കണ്ടോ, ഇത് മുഴുവൻ ക്ലിപ്പുകളാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതെല്ലാം ക്ലിപ്പുകളാണ്. ഇവൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുക. എന്തോന്ന് അങ്ങനെ കാണിക്കണ്ട. ഇത് കണ്ടോ, അങ്ങോട്ട് വെക്കും, മാറ്റി വെക്കും. ഇതിനെന്നാ കംപ്ലൈന്റ് ചോദിച്ചപ്പോ എന്നോട് പറയാ, ഇതിങ്ങനെ തുറക്കുമ്പോഴൊക്കെ പെട്ടെന്ന് തുറന്നു പോരുക, പെട്ടെന്ന് ഇതാകുന്നില്ല എന്നൊക്കെ. സത്യത്തിൽ എൻ്റെ കഴിക്കണേ, ഞാനിപ്പോൾ തലയിലിടുന്ന ക്ലിപ്പൊക്കെ പെറ്റ് തള സൈഡത്തില്ല, അതുപോലത്തെയാ. ഇതിനൊക്കെ പിന്നെ ചെറിയൊരു ഇതൊക്കെയുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു 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 എന്തുവാ, ഒരു കുഴപ്പമില്ലാത്ത ക്ലിപ്പുകളൊക്കെയാണ് കേട്ടോ. അത് കാണിച്ചപ്പോൾ അത് ഞാൻ ആദ്യം എടുത്ത് വെച്ചാൽ മാറ്റി വെച്ചായിരുന്നു. അതൊക്കെ ഞാൻ മാറ്റി, എല്ലാം ഞാൻ മാറ്റിയില്ലടാ. എനിക്ക് നല്ല കുറച്ചുണ്ട്, ഞാനത് നല്ലത് നോക്കിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല റേറ്റുള്ള കല്ലിൻ്റെ ക്ലിപ്പാണ് കേട്ടോ. ഇതുണ്ട്, മുസ്ലിംസ് ഇങ്ങനെ തലയില് തട്ടത്തിൽ കുത്തുന്ന സാധനമാണ് കേട്ടത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഇവിടുന്നൊക്കെ മാറ്റി വെച്ചു. നമ്മുടെ കോളേജിൽ ഇവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ അങ്ങനെ കാണിക്കാൻ പറ്റില്ല. നിനക്ക് ഇവിടെ ഇരുന്ന് കാണിക്കാടെ പൊട്ടാ. അപ്പൊ ഇതില് പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട, എനിക്കിത് ഈ ഒരു സംഭവം തന്നതാണ്. ഇത് മാതാവിന്റെ രൂപം. പക്ഷെ ഇതില് ലൈറ്റ് തെളിയുന്നതായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇതിനകത്ത് ലൈറ്റൊന്നും തെളിയാനായിട്ടൊന്നും എന്നാ കിട്ടിയാലും ഉടനെ പിടിച്ചു വാങ്ങാം. മാറിക്കേ, ഇവിടെ ഒന്ന് മാറിക്കേ. നേരത്തേക്ക് ചായയില്ലടാ, എനിക്ക് തീരെ വയ്യാത്തോണ്ടാ. ഇതൊന്നും ഞാൻ കണ്ടില്ല, ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ക്ലിപ്പുകൾ മാത്രമേ ഇവിടെ കാണാനുള്ളൂ. അത് വേറെ പാട്ട് ഇട്ടാൽ ചിലപ്പോൾ തെളിഞ്ഞേക്കും.
അപ്പം ഇത് ഞാൻ ആർക്കെങ്കിലൊക്കെ ഞാൻ തന്നെയായിട്ട് എടുക്കാതെ ആർക്കെങ്കിലൊക്കെ കൊടുക്കാം എന്ന് കൂടി വിചാരിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഇപ്പം ഞാൻ ഇപ്പോൾ ഒരേപോലത്തെ കുറേ ഉണ്ട്. അപ്പം എല്ലാം കൂടെ ഞാൻ ഏതായാലും തടയൊന്നും വെക്കത്തില്ല. അതൊക്കെ കണ്ടോ എടാ, ഇതെങ്ങനെയാടാ? എടാ ഇതെങ്ങനെയാടാ? അതെനിക്കറിയില്ല. എടാ മേത്തേക്ക് ചായയില്ല, എനിക്ക് നടുവേദനയാണേ. ഇത് സ്ലൈഡാണ് തലേ ഇങ്ങനെ കുത്തുന്നത്. നോക്കിങ്ങോട്ട്. ആർക്കറിയാം. എടാ മേത്തേക്ക് ചായയില്ലെന്നാ. ഞാൻ ഇവിടെ ചായുന്നു. ഇത് ആ നഖത്തിൻ്റെ അടുക്കളൊക്കെ. ആ ശരിയാട്ടോ. ഓ മുടി പറഞ്ഞു പോലൂടാ. എന്തോ കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിയാണ് എൻ്റെ കാര്യം. ഇതൊക്കെ എന്തുവാന്ന് മനസ്സിലാവണില്ല. അല്ലാടെ കുഴക്കല്ലേടാ, കുഴക്കല്ലേ, മാറിക്കേ. മേത്തേക്ക് കയറി ഇരിക്കല്ലേ, കൂട്ടിലേക്കല്ലായിരുന്നേ. എടാ ഇതിന് സംഭവം ഇല്ലടാ, നല്ലൊരു ക്ലിപ്പായിരുന്നു. പക്ഷെ ഇതിന് അടിത്തറ ഇല്ലാണ്ടായിപ്പോയി. അങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങളെല്ലാം ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതായിരുന്നടാ, വെൽവെറ്റ് ആയിരുന്നു പോയതാ. ഇത് നല്ല ക്ലിപ്പാട്ടോ, നല്ല ഭംഗിയുണ്ടാണ്. നിനക്ക് എന്താടാ കുഴപ്പം? എനിക്കറിയാൻ പാടില്ല. പള്ളിയിൽ പോയതാണ് ഞാൻ. ചിക്കൻ വാങ്ങാൻ വേണ്ടി ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. അപ്പം ചിക്കൻ കടയിൽ ചിക്കനൊക്കെ എടുത്ത് വെച്ചേക്കാൻ പറഞ്ഞിട്ട് നമ്മൾ പോയി കഴിഞ്ഞിട്ട് നമ്മൾ പള്ളി കയറി. നമ്മുടെ സബ്സ്ക്രൈബറെയൊക്കെ കണ്ടിട്ട് പള്ളി കയറി പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങോട്ട് പോയപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്ക് മനസ്സിലായില്ല, എന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടോ. അപ്പോൾ ചിരിച്ചോണ്ട് വരുന്ന കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പം ഞങ്ങൾ പോകാൻ ചുമ്മാ ഒന്ന് വിളിച്ചപ്പം ആ കടയിൽ വന്നിട്ട് തുറന്ന് നമുക്കതൊക്കെ എടുത്ത് തന്ന വിട്ടതാണ് നമ്മുടെ ഫ്രണ്ട്. അവർക്ക് നല്ല കുഴപ്പമില്ലടാ. നീ ഇത് ഊരി എടുക്ക. നീ കാണിച്ചോ. ഇവൻ എത്തണില്ലെന്ന ഇവൻ പറയണത്. ഇപ്പൊ അതേ ക്ലാരിറ്റി കുറഞ്ഞു. അപ്പൊ ഇങ്ങനെ നമുക്ക് കുറെ ക്ലിപ്പുകളൊക്കെ കിട്ടി എന്ന് കാണിക്കാനും കൂടിയായിരുന്നു നമ്മുടെ ഈ വീഡിയോ. ഇനിയിപ്പോൾ നമ്മൾക്ക് വേറെ ഒന്നുമില്ല. അതാ ഇങ്ങനെ വാരി ഇടല്ലടാ. സത്യത്തിൽ എൻ്റെ ക്ലിപ്പെല്ലാം പോയിരിക്കുമായിരുന്നു. ആ നല്ല രസമുണ്ടല്ലോ ഇതാ കുഞ്ഞു ക്ലിപ്പല്ലേ. എൻ്റെ തലയിലാണ്. ഹായ് ഹായ് ഹായ്. പൂവല്ല, പൂ. ഫൂ. ഇതാണ് അവൻ പറഞ്ഞു, ഫൂ. അതിന് കുറെ സെയിമുണ്ട്. അപ്പൊ ഇതിന് ഇനി വലിയ ക്ലിപ്പ് ഏത് ചെറിയ ക്ലിപ്പ് ഏത് എന്ന് പറഞ്ഞ് നമുക്ക് തിരിച്ചിട്ട് ഇതൊക്കെ ഞങ്ങൾക്ക് തല ക്ലിപ്പിട്ടായിരുന്നോണ്ട് തലയിൽ ഇടായിരുന്നു. അപ്പൊ ഇതെല്ലാം പിന്നെ അത് മാത്രമൊന്നുമല്ല, ഇപ്പൊ നമ്മൾ കുറെ ക്ലിപ്പുകൾ കണ്ടില്ലേ. അതുകൂടാതെ ആൻസൂട്ടിന് ബോൾ എടുക്കടാ. എടാ സമയം നീ നോക്കടാ. ഇതെല്ലാം കൂടെ കണ്ടോണ്ടാ ആളുകൾ നിക്കത്തില്ലടാ. അവർക്ക് ബോറടിക്കൂടാ. ബോറൊന്നടിക്കില്ല. പുതിയതായിട്ട് അവർ കാണട്ടെ. പല രാജ്യത്തുള്ളവരുണ്ട്, അവർക്കൊക്കെ അറിയുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ, വളഞ്ഞിരിക്കുന്നു. എന്താ ഒരു സൈഡിൽ പറഞ്ഞു പോയിട്ട് ഒരു സൈഡിലുള്ളതാണ്. ഡാമേജ് വന്നൊന്നും പിന്നെ കുഴപ്പമില്ലാന്ന് ഓർക്കാം. ആ ഇത് കമ്മലാണല്ലോ. ഇതോ 2 കമ്മൽ സെറ്റ് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അതുണ്ടോ, ഇതൊക്കെ കമ്മൽ സെറ്റ് ആയിരുന്നേ. ഒത്തിരി കമ്മലുകളുണ്ട്. ഇതെന്താ ഇത് ഇപ്പോഴാണ്ടേ. ഇത് ഞാൻ കണ്ടത്. അങ്ങനെ നമുക്ക് കുറേ ക്ലിപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിനൊന്നും ഒരു കുഴപ്പമില്ലാതെയാണ് കേട്ടോ. ഇതുപോലത്തെ 1-2 ഉണ്ട്. അപ്പൊ സമയം നീ നോക്കപ്പോ തന്നെ 15 മിനിറ്റ് ആയതാ കൂട്ടാ. ആൻസൂട്ടിന് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു.
എടാ സമയം പോടേ. ഇങ്ങനെ ഒരു പെട്ടി തന്നിട്ടുണ്ടായിരുന്നു, അതിനകത്ത് അവൾ കുറച്ച് ചങ്കീരിയൊക്കെ ഇട്ട് വെച്ചേക്കുവാണേ. ഇതാ ഒരു ബോക്സ്. ഈ ബോക്സ് കാണുമ്പോൾ ഞാൻ എസ് സിനിമയിലെ ഡിബുക്കാണ് ഓർമ്മ വരുന്നത്. ഇത് മാതാവിൻ്റെ ഒരു രൂപം തന്നാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ മാതാവിനെ. ഇത് അവിടെ ഇരുന്നൊരു സംഭവമാണ് കേട്ടോ, ഷോക്കേസിലൊക്കെ വെക്കുന്നതാണ്. ഒരു ചെറിയൊരു ചെടിയുടെ വളർച്ച. ഇത് ആൻസൂട്ടിന് കൊടുത്തതാണ് കേട്ടോ. കീച്ചെയിൻ വേണമെന്ന് ചോദിച്ചിട്ട് കൊടുത്തതാണ്. ഇത് ആരാടാ ഇത്? ഇത് ആരൊക്കെയാ? നിന്നെ കാണാൻ വേണ്ടടാ, നീ എവിടെ പോയിരിക്കുവാ? പൂവോ? ആ അത് വായിക്കാൻ എനിക്കറിയാം. അതായത് സമയം പോണ 17 മിനിറ്റ് ആണ്. ഒരു വീഡിയോ ഇടാനുള്ള സമയത്തിലേക്ക് പോയി. എന്താ വെള്ള അതിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ മെഴുകുതിരിട്ടുള്ള തീ പോലെ വരും. അത് ഊരാൻ പറ്റില്ല. ബാറ്ററിയുടെ ഇത് തീർന്ന അതിനൊക്കെ ബാറ്ററി വാങ്ങി ഇട്ട് നോക്കാവേ. പിന്നെ ഇത് കുറച്ച് വളയൊക്കെയാണ് ഇതുണ്ടോ. സത്യത്തിൽ ഇത് കുഞ്ഞു പിള്ളേരുടെ വളയൊക്കെയാണ്. ഇതുണ്ടോ എൻ്റെ കസിൻസിനൊക്കെ കൊണ്ടുവരാറുണ്ട്. ഇത് ബലൂണ്. പിന്നെ ഇത് നോക്കാം, റോൾഡ് ഗോൾഡൻ മോഡലുള്ള കുറച്ച് മാലകളും എല്ലാം ഇതിനകത്ത് ഉണ്ടായിരുന്നതാണ് കേട്ടോ. എന്താ ഇതൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നതാണേ. ഇത് കാണിച്ചില്ല, അത് കാണിച്ചു. ഇനിയിപ്പോൾ അത് ആൻസിന് കമ്മലുകളിട്ട നല്ല ഭംഗിയുള്ള കമ്മലുകളാണ്. പച്ചയും നീലയും നല്ല ഭംഗിയുള്ള കമ്മലുകൾ. അതെന്തോടാ? അത് കമ്മല പക്ഷേ കമ്മൽ പിന്നെ ആൻസൂട്ടിന് കുറച്ച് ബോൾ ഇത് കൊതുകിന് ഓടിക്കുന്ന സാധനം. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഇനിയിപ്പോൾ ആൻസൂട്ടിന് ബോള്, ആൻസൂട്ടിനാണെങ്കിൽ 4 ബോള് കൊടുത്തു. 4 ബോള്. ഇത് ചുമ്മാ കവറിൽ പൊടി പറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ബോള് കാണിച്ചു തരാവേ. ഇത് കണ്ടോ ബോള്. ഇതൊക്കെയാണ് നമുക്ക് തന്നത്. അതിനടാ പിന്നെ ഒരു പേഴ്സും കൊടുത്തു. 2000 രൂപയുടെ ഒരു പേഴ്സും കൊടുത്തു. എൻ്റെ കൂടെ എനിക്ക് വലിയ അങ്ങനെ ആൻസ് കൂട്ടനും കുറേ സാധനങ്ങൾ കിട്ടി, എനിക്കും കുറേ സാധനങ്ങൾ കിട്ടി. അതെല്ലാം അവർ നിങ്ങളെ കാണിച്ചപ്പോൾ മനസ്സിൽ വല്ലാതൊരു സന്തോഷം. ഇവിടെ വന്നിരിക്കുക. അപ്പം ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അമ്മച്ചി എന്തെന്ന് ചോദിച്ചവർക്ക് വേണ്ടി അമ്മച്ചി കപ്പപ്പുഴുക്കൊക്കെ തിന്നാനായിട്ട് പോകണം കേട്ടോ. അതാണ് അമ്മച്ചി. ആൻസൂട്ട് എന്താ ഇവിടെ ഇരിക്കുന്നുണ്ടേ. അപ്പോൾ നമ്മളിതാ കപ്പപ്പുഴുക്കും ചിക്കൻ കറിയും എടുത്തിട്ടുണ്ട്. ആൻസിന് കൊടുത്തുകൊണ്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ദിവസത്തെ ഇന്നത്തെ ഗാന്ധി ജയന്തി സ്പെഷ്യൽ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഗാന്ധി ജയന്തി ആശംസകൾ. എന്റെ പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുമായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വിശേഷം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുമായിരിക്കും. ബൈ.